ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വെണ്ടയ്ക്ക കിച്ചടി വെച്ചാലോ. സദ്യയിലൊരു പ്രമുഖനാണ് നമ്മുടെ കിച്ചടി. ഉപ്പും പുളിയും എരിവും എല്ലാം ചേർന്ന ഒരു അടിപൊളി വിഭവമാണ് നമ്മുടെ കിച്ചടി. കിച്ചടിയെന്നും പച്ചടിയെന്നും രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഏതാണ് ശരിയെന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിൽ ഏതാണോ പറയുന്നത് അത് ഉപയോഗിക്കുക. ഞങ്ങളുടെ നാട്ടിൽ വെണ്ടയ്ക്ക കിച്ചടിയാണ്, പാവയ്ക്ക കിച്ചടിയാണ്, ബീട്രൂട്ട് കിച്ചടിയാണ്, വെള്ളരിക്ക കിച്ചടിയാണ്. പച്ചടി എന്ന് പറയുമ്പോഴേക്കും അത് പഴം പച്ചടി, മാമ്പഴം പച്ചടി, പൈനാപ്പിൾ പച്ചടി, മധുരപ്പച്ചടി എന്നൊക്കെ പറയും. എന്തും ആയിക്കോട്ടെ, അതിലും കഴുകി വാരിയ വെണ്ടയ്ക്ക കനം കുറച്ച് നല്ല വട്ടത്തിലരിയുക. അതോടൊപ്പം തന്നെ എരിവിനുള്ള 2-3 പച്ചമുളകും കൂടി കനം കുറച്ച് വട്ടത്തിലരിയുക. നല്ല വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മളുടെ ഈ വെണ്ടയ്ക്കയും മുളകും കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് വറുത്ത് പോരുക. നല്ല കരിഞ്ഞു പോകരുത്, എന്നാൽ ഗോൾഡൻ ബ്രൗൺ കഴുകുകയും വേണം. അതായത് ഒടിച്ചാൽ ഒടിയുന്ന പരുവം. പാവയ്ക്കാണെങ്കിലും വെണ്ടയ്ക്കാണെങ്കിലും വറുത്ത് കോരിയിട്ടാണ് ചെയ്യുന്നത്. വെള്ളരിക്ക, ബീട്രൂട്ട് പോലുള്ള പച്ചക്കറികൾ വഴറ്റിയാണ് ചെയ്യുന്നത്. നമുക്ക് പിന്നാലെ അത് കാണാം. ഇപ്പം ഏതായാലും വെണ്ടയ്ക്ക നമുക്ക് നല്ല കരുകരിപ്പായിട്ട്, മീൻസ് ക്രിസ്പി ആയിട്ട് വറുത്ത് കോരി മാറ്റാം. ഒരുമിച്ച് എല്ലാം കൂടി ഇട്ട് വറക്കാൻ നിൽക്കരുത്, അത് അളിഞ്ഞു പോകും, മീൻസ് വഴവഴാന്ന് ആയിപ്പോവും. അപ്പോൾ കുറേശ്ശെ എണ്ണ എത്രയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വെണ്ടയ്ക്ക കുറേശ്ശെ ചേർത്ത് നമുക്കത് ക്രിസ്പായിട്ട് വറുത്ത് കോരി മുഴുവനും മാറ്റണം. ഇനി നമുക്ക് ഇതിലേക്കായിട്ടുള്ള അരപ്പിനുള്ള തേങ്ങയും എരിവിനുള്ള പച്ചമുളകാകാം, അല്ലെങ്കിൽ കാന്താരിയാകാം, കാന്താരിയോ പച്ചമുളകോ, ഒരല്പം ജീരകം, അല്പം കടുക്. കിച്ചടിയുടെ ടേസ്റ്റിന് പ്രധാനമാണ് കടുകും ജീരകവും വേണം എന്നുള്ളത്. അപ്പം കടുകും ജീരകവും പച്ചമുളകും ചേർത്ത് തേങ്ങ നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം. അതും തൈര് ചേർത്തേ അരയ്ക്കാവുള്ളൂ. വെള്ളം ചേർത്ത് അരയ്ക്കരുത്, തൈര് ചേർത്ത് അരയ്ക്കണം. വെള്ളം ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ നീണ്ടു പോവുകയും ചെയ്യും, പിറ്റേ ദിവസത്തേക്ക് ചീത്തയാവുകയും ചെയ്യും. പക്ഷേ തൈര് ചേർത്ത് അരയ്ക്കും തോറും കറി നന്നാവുകയും ചെയ്യും. ഇനി വെളിച്ചെണ്ണ മൂപ്പിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ഉണക്കമുളകും വറുത്ത ശേഷം അരച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇളക്കി വിടണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്ന പോലെ ആയിപ്പോവും. ഇളക്കി വിട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് കഴിവതും ഉപയോഗിക്കാറ്. അപ്പോൾ ഉപ്പ് ചേർത്തു, അത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് വറുത്ത് കോരിയ വെണ്ടയ്ക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കാകാം, പാവയ്ക്കയും ഇങ്ങനെ തന്നെയാണ്. വറുത്ത് കോരിയ പാവയ്ക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പാവയ്ക്കാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യും കൈകൊണ്ട് തന്നെ, അല്ലാണ്ട് മിക്സിലൊന്നും അല്ല, കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു പിടുത്തം പിടിച്ചിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. ഇനി ആ ജാറ് കഴുകി ഒഴിക്കാം, അല്ലെങ്കിൽ ജാറിലേക്ക് ഒരല്പം തൈര് ഒഴിച്ച് അടിച്ച് ഒഴിക്കാം. ഞാനിപ്പോൾ മിച്ചമുള്ള തൈര് ഒന്നുകൂടി മിക്സർ ജാറിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തു, ലൂസാക്കി. അപ്പോൾ നമ്മളുടെ വെണ്ടയ്ക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.